ഹലോ ഗായ്സ്, 100 ഡേയ്സ് ഓഫ് ചാലഞ്ചിൻ്റെ 75th ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് ആംസിനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബൈസെപ്സ്, സെക്കൻഡ് ട്രൈസെപ്സ്, അങ്ങനെയാണ് പോകുന്നത് ഓൾട്ടർനേറ്റീവായിട്ട്. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് ബാർബിൾ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ബോഡി ഷേപ്പ് നോക്കിയിട്ട് തന്നെ അറിയാം, വയറ് ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 പായ്ക്ക് 4 പായ്ക്ക് 6 പായ്ക്ക് അങ്ങനെ ക്ലിയർ ചെയ്ത് വരും. അതായത് ക്ലിയർ ആയിട്ട് വരും, വിസിബിലിറ്റി കൂടി വരും. ബോഡി ഫാറ്റ് കുറയുന്നതനുസരിച്ച് ബാർബൽ ലൈയിങ് ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ് രണ്ടാമത്തെ വർക്കൗട്ട്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ അതും ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റ് വരെ പോവുക. അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ആഡ് ചെയ്ത് പോവുക. നമ്മുടെ ഫെയിലിയറിൽ കൗണ്ട് നോക്കരുത്, സെറ്റ്സ് കൂടുതൽ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ ഓവർഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റ് വരെ പോവുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ വർക്കൗട്ട് ഡംബൽ ഹാമർ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. ഇഞ്ചുറീസ് കുറവായിരിക്കും. എനിക്ക് ഓൾറെഡി ഒരു ഇഞ്ചുറീസ് ഉണ്ട്. കൈക്ക് ഒരു ഡെൽറ്റോയ്ക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ കൈയുടെ ജോയിൻറ്റിനും ഉണ്ടായിരുന്നു. അത് റിക്കവറായി വരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, ലിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ലൈറ്റ് വെയിറ്റുകൾ എന്ത് ചെയ്യും, മാക്സിമം കൗണ്ട് ചെയ്യും. അങ്ങനെ ഞാനത് ഓവർകം ചെയ്യും. ഇത് നാലാമത്തെ വർക്കൗട്ട് ഓവർഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറയും, നമുക്ക് ഇഞ്ചുറി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ അഞ്ചാമത്തെ വർക്കൗട്ട് ഡംബൽ ഹാമർ കേളാണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ലൈറ്റ് വെയിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അഞ്ചാമത്തെ വർക്കൗട്ട് ഡംബൽ ഹാമർ കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റിലിരിക്കുക. അത് കഴിഞ്ഞ് ആറാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ ക്രോസ് ഓവർ ട്രൈസെപ്സ് എക്സ്റ്റൻഷനാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. അതും പ്രോഗ്രസീവ് ഓവർലോഡ് ആയിരിക്കണം എല്ലാ വർക്കൗട്ടും നമ്മൾ ചെയ്യേണ്ടത്. മാക്സിമം വെയിറ്റ് എടുക്കാൻ പറ്റുന്നവർ വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ സെറ്റ്സ് കൂട്ടുക, കൗണ്ട് കൂട്ടുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് വർക്കൗട്ട് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ 75 ദിവസത്തെ ജേർണിയിൽ കാണാം. ഇനി 75th ഡേ ആണ്. നാളെ ഒരു അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ.